ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബലൂൺ വെച്ചിട്ടുള്ള ചങ്ങാടാണ്. അതായത് 1-2 ബലൂൺ അല്ല, ഒരു 50 ബലൂണിൽ മേളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചങ്ങാട് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം വെള്ളത്തിന്റെ മുകളിലിട്ട് തുഴഞ്ഞ് നീന്തിയൊക്കെ പോകാനാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ സംഭവം ഒരു ഫണ്ണി എക്സ്പെരിമെന്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗൂഗിൾ അതുപോലെ ആമസോൺ തുടങ്ങിയ വലിയ വലിയ കമ്പനികളുടെ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബിനോമോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ പൈസയുടെ വാല്യൂ കൂടോ കുറയോ എന്നുള്ള ഗ്രാഫ് പ്രഡിക്ട് ചെയ്താണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പേടിഎമ്മിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. 350 രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത്. നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയായാലും അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ കൂടെയാണ് നിങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ 65,000 രൂപ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് ബിനോമോ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിനോമോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. മച്ചാമാരെ, നമ്മുടെ കയ്യിൽ ഇത് ഒരുപാട് ബലൂൺ ഉണ്ട്. ഈ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടാണ് നമ്മുടെ ചങ്ങാട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് വീർപ്പിക്കുന്ന പരിപാടി തുടങ്ങാം. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മുടെ എല്ലാ ബലൂണും നമ്മൾ വീർപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് വീർപ്പിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. മച്ചാമാരെ, ഞാൻ ഒറ്റയ്ക്ക് വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്തൂല. അപ്പോൾ നമ്മുടെ അനന്ത് മച്ചാനും അജു മച്ചാനും വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നമ്മുടെ മച്ചാന്മാര് ഹെൽപ്പിന് കിട്ടിയത് വളരെയധികം ഉപകാരമായി. നമ്മൾ കുറച്ച് ബലൂണൊക്കെ അങ്ങനെ ഊതി വീർപ്പിച്ചു. പിന്നെ മനസ്സിലായി നമ്മൾ ഊതി വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും, നമ്മുടെ ബ്രീത്ത് മൊത്തം അടിച്ച് നമ്മൾ വയ്യാണ്ടാവുന്നു. അങ്ങനെ നമ്മളൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. നമ്മൾ ചെറിയൊരു പമ്പ് വാങ്ങി അത് വെച്ചിട്ട് വീർപ്പിക്കാൻ തുടങ്ങി. അതായപ്പോൾ സിമ്പിളായിട്ട് പരിപാടി കഴിയണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പണിക്ക് ശേഷം നമ്മുടെ ബലൂൺ മൊത്തം നമ്മൾ വീർപ്പിച്ചു. ഇനി നമ്മൾക്ക് ഈ ബലൂണൊക്കെ ഒന്ന് ഒരു സ്റ്റിക്കാക്കി എടുക്കണം. അതായത് നമ്മുടെ ആ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ കണ്ട, നമ്മുടെ ഒരു സെലോ ടേപ്പ് തല തിരിച്ചൊട്ടിച്ചിട്ട് അതിൻ്റെ പശമേക്ക് നമ്മൾ ബലൂൺ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലായിടത്തേക്കും നമ്മുടെ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്യാണ്. മച്ചാമാരെ, നമ്മളിത് ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ബലൂൺ കൊണ്ട്. ഇനി ഇതുപോലത്തെ ഒരു 5 സ്ട്രിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 9 എണ്ണം വന്നിട്ട് പറഞ്ഞതിൽ തന്നെ ഇതുപോലത്തെ ഒരു 5 സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പരിപാടി നമ്മൾ തുടർന്നു. ഏകദേശം ഒരു 5 സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അത്യാവശ്യം സമയം എടുത്തു കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് തീരാനായിട്ട്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ബലൂണൊക്കെ ഒരു സെറ്റാക്കി നമ്മളിത് ഇങ്ങനത്തെ ഒരു തലോണ ഒരു ബെഡ് പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയൊരു പരിപാടിയോടെ ഉണ്ട്. ഇത് ഇത്തിരി പവർഫുൾ ആക്കാനായിട്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ റാപ്പ് ചെയ്യുന്ന കവർ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കണം. ഇപ്പൊ നമ്മളിത് ഫുഡ് റാപ്പ് ചെയ്യുന്ന കവർ വെച്ചിട്ട് നമ്മുടെ ബലൂൺ ഒന്ന് ചുറ്റി എടുക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറേ ബലൂണൊക്കെ പൊട്ടി പോയിട്ടാ. വെയിൽ നല്ല വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ബലൂണി പൊട്ടാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മളിത് റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ പോവാണ്. എൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ശേഷം ഉണ്ടെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല കേട്ടോ. അപ്പോൾ മച്ചാനെ ഇതേ ഫസ്റ്റ് ട്രൈ ആണേ. ചടം പോവാണേ, നോക്കി വന്നോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പിടിച്ചോ എറിയട്ടെ, എല്ലാം പൊട്ടി തുടങ്ങി. എറിയട്ടെ, ഇനി എറിയണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നല്ല പടച്ചോനെ. ഇനി പങ്കാളി വേണം. സംഭവേ ബലൂൺ നല്ല ക്വാളിറ്റിയുള്ള ബലൂൺ ആയതുകൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. സംഭവം ഫ്ലോപ്പായി പോയിട്ടാ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 കളർ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. വേറൊരു വെറൈറ്റി മെത്തേഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഓരോന്നായിട്ട് നമ്മൾ ഇനി ഒറ്റിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ലെയറാണ് ഒട്ടിക്കുന്നത്. ഒരു ലെയർ കൂടി നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലെയർ കൂടി കഴിഞ്ഞാൽ ഇനി ഒരു ലെയർ കൂടി ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ബലൂണിലെ എയറൊക്കെ കുറച്ചാണ് നിറച്ചിരിക്കുന്നത്, ഒരു സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ 2ാമത്തെ ബലൂൺ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ
പോവാണ്. ഇതിന് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷ വെക്കണമെന്നാണല്ലോ. അപ്പം പിന്നെ നേരെ തോട്ടി ചെന്നിട്ട് കാണാം. മച്ചന്മാരെ അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മളിനി വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. മൊത്തം 55 ബലൂണാണ് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബലൂണിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാറ്റ് കുറച്ച് ഇട്ടേക്കുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബലൂൺ ബോട്ട് വെള്ളത്തിൽ ഇറക്കി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. സംഭവം കുറച്ച് 2-3 പൊട്ടി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നീന്തിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഞാൻ പങ്കായെ കുറിച്ച് നീന്താന്ന് വിചാരിച്ചായിരുന്നു. അത് നടക്കാൻ വഴിയില്ല. സംഭവം കിടുവാട്ടോ, ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ നീന്തിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. 3-4 ബലൂൺ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്നുള്ളൂ. വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. 1-2 ബലൂണൊക്കെ ഇടയ്ക്ക് പൊട്ടി പോകുന്നുണ്ടേ. കൊള്ളാം, നൈസ് എക്സ്പീരിയൻസ്. ആരൊക്കെയോ പുറകിലോ നിൽക്കണ്ടവർ എന്ത് വിചാരിക്കാവോ നമ്മൾ ഈ കാണിച്ചു വിടണമെന്ന്. ഇനി എത്ര നേരം ഇങ്ങനെ കിടക്കുമെന്ന് അറിയില്ല കേട്ടോ. കുറച്ച് ബലൂണുകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോവാം. നമ്മുടെ മച്ചന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു പോന്നു. അവരറ്റത്ത് നിൽക്കുകയാണേ. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കരയ്ക്ക് ചെന്ന് കയറണം. ഒഴുക്കുള്ളവരെ അടുപ്പിക്കാനും പറ്റില്ല. അടുപ്പിച്ച് കഴിഞ്ഞാൽ ബലൂൺ മൊത്തം പൊട്ടിപ്പോവും. അങ്ങനെ നമ്മളിതേ കരക്കെത്തിയേക്കാണ്. ക്യാമറ പിടിച്ചാടാ. സംഭവം പൊളിച്ചൂട്ടാ. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു സർവൈവ് ചെയ്ത് എവിടെ നിന്നൊക്കെ ഇങ്ങനെ മറ്റേ ഒഴുക്കിലൊക്കെ വിട്ട് പോവില്ലേ, ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായി. സംഭവം അങ്ങോട്ടും ഇങ്ങോട്ട് മുട്ടിക്കാൻ പറ്റൂല. ബലൂൺ മുട്ടിപ്പോവും, അല്ല പൊട്ടിപ്പോവും. കൊള്ളാം, സംഭവം കിടക്കിയിട്ടുണ്ട് എന്തായാലും. മച്ചാന്മാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബലൂൺ ചങ്ങല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ അത്ര ശരിയായില്ല, ഫ്ലോപ്പ് ആയെങ്കിലും രണ്ടാമത് നമ്മൾ വെച്ചപ്പോൾ ബലൂൺ അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ബലൂൺ ആയതുകൊണ്ട് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തി കിടക്കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം പ്രാക്ടിക്കലി നമുക്ക് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് ഇതൊരു ജസ്റ്റ് ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തുഴഞ്ഞു പോയിട്ട് വല്ല കുറ്റിയോ കമ്പിയോ അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യൻ്റെ വെയിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിലും ബലൂൺ ചടപടാന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അതുകൊണ്ട് ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫൺ എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനെ ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിനോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.